വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ അനുപമ നമ്മുടെ ശേഖരനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അച്ഛൻ്റെ മക്കളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ കഴിഞ്ഞാൽ അച്ഛൻ ഈ ജീവിതത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും. എല്ലാ കാലവും അമ്മ തന്നെ വിജയിക്കത്തില്ലല്ലോ എന്ന് പറയാം കേട്ടോ. അവളുടെ കൂടെ ജീവിച്ചിരുന്ന കാലത്തെല്ലാമേ ഞാൻ പൊരുതിയ മോളെ ജീവിച്ചുകൊണ്ടിരുന്നത്. ഒന്നിനും ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല സുശീലയ്ക്ക് മുന്നിൽ. പക്ഷേ പിന്നെ ചതിയിൽപ്പെട്ട് ദുബായിലെത്തി. അവിടെ ഒന്നും ആവാനും എനിക്ക് കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ അവളുടെ മുന്നിൽ തന്നെ എത്തിയിട്ടില്ലേ. സുശീല കാരണം മോളെ ഞാൻ നാട് വിട്ടതുപോലും. ഇതേപോലത്തെ സ്വഭാവം തന്നെയായിരുന്നു സുശീലയ്ക്ക് മുൻപും ഉണ്ടായിരുന്നത് എന്നുള്ളത് തെളിയിക്കുന്നൊരു പ്രസ്താവനയാണ് കേട്ടോ ശേഖരൻ അവിടെ പറഞ്ഞത്. എന്തായാലും അനുപമ ശേഖരനെ സമാധാനിപ്പിച്ചിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ രാത്രി കിടക്കാൻ ഇരിക്കുകയാണ്. അങ്ങനെ ഇന്ദ്രൻ്റെ കൂടെ കിടന്നുകൊണ്ട് ഇരിക്കുന്ന സമയത്താണ് നല്ല ശക്തമായ കാറ്റും മഴയും ഇടിമിന്നലും ഒക്കെ വന്നത് കേട്ടോ. ശേഖരനാണെങ്കിലോ ഉമ്മറത്ത് ഒരു പുതപ്പോ ഒരു തുണിയോ പോലും ഇല്ലാതെ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഇന്ദ്രേട്ടാ, ഒരു ജയിൽ പുള്ളിക്ക് പോലും ഇതിനേക്കാൾ കൂടുതൽ ഒരു ഇത് കിട്ടില്ലേ? എന്താ അനു, നീ എന്താ ഈ പറയുന്നത്? അല്ല, ഇത്രയും കാറ്റും മിന്നലും ഒക്കെ ഉള്ള സമയത്ത് അതിന് അങ്ങേരെ ഇപ്പം എന്തായാലും അകത്ത് വിളിച്ച് കിടത്താനൊന്നും എനിക്ക് പറ്റത്തില്ല. അതൊന്നും വേണമെന്നില്ല. പിന്നെ നീ എന്താ പറയുന്നത്? അല്ല, ഒരു ബ്ലാങ്കറ്റെങ്കിലും കൊണ്ട് കൊടുത്താൽ എൻ്റെ അനു, ഇതൊക്കെ വലിയ തലവേദനയാവും. അമ്മ അറിഞ്ഞാൽ പ്രശ്നമാവും. ഇതിൻ്റെ പേരിൽ എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം ഇന്ദ്രേട്ടാ. എനിക്കിതൊന്നും കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ല, ശീലം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനുപമ ഇന്ദ്രൻ്റെ സമ്മതത്തോടെ പിന്നെ അവിടുന്ന് ഒരു അലമാര തുറന്നിട്ട് അതിൽ നിന്നൊരു ബ്ലാങ്കറ്റ് എടുത്തിട്ട് പതിയെ കതക് തുറക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആരും കാണുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് പുറത്തിറക്കുമ്പോഴാണ് പിറക് നീടി വെട്ടിയ പോലെ എടീന്ന് വിളിക്കുന്നത് കേട്ടോ നമ്മുടെ സുശീലാമ്മ. അത് കേട്ടത് നമ്മുടെ അനുപമയ്ക്ക് മനസ്സിലായി പണി പാളിയെന്ന്. അങ്ങനെ പെട്ടെന്ന് തന്നെ നീ എങ്ങോട്ടാടി ഈ പാതിരാത്രി കമ്പിളിപ്പുതപ്പ് എടുത്ത്? അത് പിന്നെ ഞാൻ അച്ഛന് കൊടുക്കാൻ. അച്ഛൻ അവളുടെ ഒരു അച്ഛൻ. ഞങ്ങൾക്കും ആർക്കും ഇല്ലാത്ത സ്നേഹം നിനക്കെന്തിനാടി അയാളോട്? ഓ, കമ്പിളിപ്പുതപ്പ് പൊതിച്ച് കിടത്തും. എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കേണ്ടെന്ന് പറയാം കേട്ടോ. ഇന്ദ്രനാണെങ്കിൽ റൂമിൽ നിന്ന് ഇതൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പം ബിച്ചൂട്ടനോട് ഒരു മിനിറ്റ് അച്ഛൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ അങ്ങോട്ട് ചെല്ലുകയാണ് കേട്ടോ. എടാ ഇന്ദ്ര, ഇവിടെ നീ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടോ? ഇല്ലെങ്കിലേ എൻ്റെ സ്വഭാവം മാറുന്നൊക്കെ പറയാം കേട്ടോ. അതിൽ ഇന്ദ്രൻ ഒന്നും പറയാതെ ഇങ്ങനെ തലയ്ക്കും ചോറിനോണ്ട് നിൽക്കുക കേട്ടോ. ഇന്ദ്രടാ, ഞാനിതൊന്ന് എൻ്റെ അനു ഇങ്ങോട്ട് വന്നേ, ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞില്ലേ ഇതൊന്നും വേണ്ടാന്ന്. പിന്നെ അദ്ദേഹത്തിൻ്റെ നീ ഇതുപോലെ ഒന്നും ചെയ്തിട്ടൊന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല. അതൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവരിവിടെ ഉണ്ടല്ലോ, അവർ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അനുപമയെ നിർബന്ധിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ സുശീല പുറത്തേക്ക് നിന്ന് നോക്കുകയാണ്. അപ്പോൾ ആ തണുപ്പിൽ മിന്നലൊക്കെ കണ്ടിട്ട് കോരിത്തരിച്ച് ആകെ വിഷമിച്ച് നിൽക്കുന്ന ശേഖരനെ കാണുമ്പോൾ സുശീല സന്തോഷിക്കുകയാണ് കേട്ടോ. പുതപ്പിച്ച് കിടത്താൻ വന്നിരിക്കുന്ന അവൾ, കിടത്താടവ് തന്നെ ഞാൻ പുതപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് സുശീല കഥ കൊട്ടി അടയ്ക്കുകയാണ് കേട്ടോ. ശേഖരൻ ഈ രീതിയിലൊക്കെ കഷ്ടപ്പെടുന്നത് കണ്ട് ആസ്വദിക്കുകയാണ് ശരിക്കും സുശീല അവിടെ ചെയ്യുന്നത്. പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്കും ശേഖരന് നല്ല ചുമയും പനിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും അതൊന്നും വകവയ്ക്കാതെ നേരത്തെ തന്നെ എഴുന്നേറ്റ് തൻ്റെ വസ്ത്രങ്ങളൊക്കെ അലക്കുകയാണ് കേട്ടോ. ആ കല്ലിലിട്ട് ചുമച്ചുകൊണ്ടാണ് അലക്കുന്നതും ഒലുമ്പുന്നതും ഒക്കെ കേട്ടോ. ഇതേ സമയത്ത് അനുപമ അടുക്കളയിൽ കയറിയിട്ട് നല്ലൊരു ചൂട് കാപ്പി ഉണ്ടാക്കുകയാണ്. ചുക്കും കുരുമുളകും ഒക്കെ ഇട്ടിട്ട് പനിക്കോളിനും ഈ ചുമയ്ക്കുമൊക്കെ ഒരു ആശ്വാസമാകുന്ന തരത്തിലുള്ളൊരു കാപ്പി എല്ലാവരും എണീക്കുന്നതിന് മുന്നേ എണീറ്റിട്ട് അനുപമ ഉണ്ടാക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആ ഒരു കാപ്പിയായിട്ട് ഉമ്മറത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് ശേഖരൻ അപ്പോഴേക്ക് അലക്കിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്നു. ശേഖരൻ ആ ചായ കാപ്പി കൊടുക്കുകയാണ്. ദാ അച്ഛാ, ആരും എണീറ്റിട്ടില്ല, അച്ഛൻ വേഗം കാപ്പി കുടിച്ചോ. അപ്പോൾ ശേഖരൻ, വലിയ ആശ്വാസമായി മോളെ, ഇച്ചിരി ചൂടുവെള്ളമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് അച്ഛൻ ഇപ്പോൾ വിചാരിച്ചതേ ഉള്ളൂ. മോൾക്ക് പുണ്യം കിട്ടുമെന്ന് പറയാം കേട്ടോ. അച്ഛൻ ഞാനിതിലേ ഇഞ്ചിയും കുരുമുളകും ഒക്കെ ഇട്ടിട്ടുണ്ട്, ചൂടുകാപ്പിയാ, അച്ഛൻ കുടിച്ചോ, നല്ല സുഖം ഉണ്ടാവുമെന്ന് പറയാം കേട്ടോ. ആ ശരി മോളെ, ഞാൻ എൻ്റെ കപ്പ് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഗ്ലാസ് എടുക്കാൻ പോവുകയാണ് കേട്ടോ. സുശീല അനുവദിച്ചു കൊടുത്ത കപ്പും പ്ലേറ്റും ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ ശേഖരന്. അപ്പോൾ അയ്യോ അച്ഛാ, ഇവിടെ ആരും എണീറ്റിട്ടില്ല, അച്ഛൻ ഇതിൽ തന്നെ കുടിച്ചോ എന്ന് പറയാം കേട്ടോ. വേണ്ട മോളെ, ചെറിയൊരു പിഴവ് ചിലപ്പേ വലിയ പ്രശ്നങ്ങളുണ്ടാക്കും, എനിക്ക് മാത്രമല്ല മോക്കും. അതുകൊണ്ട് ഈ കപ്പിൽ മതി എന്ന് പറഞ്ഞിട്ട് ആ ഒരു സുശീല കൊടുത്ത സ്റ്റീൽ ഗ്ലാസ് തന്നെ എടുത്ത് കാണിക്കാം കേട്ടോ. അങ്ങനെ അനുപമ അതിലേക്ക് കാപ്പി ഒഴിച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞാലേ ചായയാവും. അപ്പോൾ ഞാൻ അച്ഛനൊരു ചായയും കൂടി തരാം, അച്ഛന് മധുരം വേണോ? വേണ്ട മോളെ, ഹെൽത്ത് സെൻ്റർ എന്ന് പറഞ്ഞത് മധുരമൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയാം കേട്ടോ. എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് അനുപമ അകത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോഴാണ് ഇന്ദ്രൻ പുറത്തേക്ക് വരുന്നത് കേട്ടോ. തൻ്റെ അച്ഛന് കാപ്പി കൊടുത്തിട്ടാണ് അനുപമ വരുന്നതെന്ന് ഇന്ദ്രന് മനസ്സിലായിട്ടോ. നീയേ ഇടയ്ക്ക് നമ്മുടെ മോൻ്റെ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കിട്ടോ എന്ന് ഇന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. ഞാനേ ഒന്ന് നടക്കാൻ പോവുകയെന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ പുറത്തേക്ക്
ഇറങ്ങുകയാണ്. ശേഖരൻ അപ്പോൾ അവിടെ നിന്ന് എണീറ്റ് നിന്നു കേട്ടോ. അപ്പം രണ്ടുപേരും കൂടെ ഒന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയും ചെയ്ത്. അതിനുശേഷം ഇന്ദ്രൻ നടക്കാനും പോയി, അനുപമ അകത്തേക്കും പോയിട്ടോ. ഇതേ സമയത്ത് നമ്മുടെ പഞ്ചരത്നത്തിൽ തലേന്ന് രാത്രി തന്നെ എന്തായാലും ലച്ചുമോളോട് ഇങ്ങനെയൊരു തെറ്റ് ചെയ്തല്ലോ, അതിൻ്റെ ആകെ ഒരു കുറ്റബോധത്തിലാണ് അമ്മയായ അമ്പിളിയും അതേപോലെ തന്നെ രഘു കേട്ടോ. മകളെ കൂട്ടി അവിടെ കിടക്കുന്ന സമയത്ത് ഇതുപോലൊരു പാപം നമ്മുടെ മോളോട് നമ്മൾ ചെയ്തല്ലോ എന്നൊക്കെ ഓർത്ത് രണ്ടുപേരും ആകെ മനസ്സ് തകർന്നിരിക്കുകയാണ് കേട്ടോ. എന്തായാലും ദൈവം നമ്മളോട് ക്ഷമിച്ചല്ലോ, നമ്മുടെ കുഞ്ഞിനെ നമുക്ക് തിരിച്ചു തന്നല്ലോ, ഇനി ഒരു തെറ്റും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുത്, മോക്ക് വേണ്ടി നമുക്ക് നല്ല രീതിക്ക് ജീവിക്കണമെന്ന് രണ്ടുപേരും അവിടുന്ന് തീരുമാനം എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ലച്ചുമോളെ നല്ല സ്നേഹത്തോടെ സമാധാനത്തോടെയൊക്കെ ഉറക്കിയിട്ട് അമ്പിളിയും രഘു ഉറങ്ങുകയാണ് കേട്ടോ. പിറ്റേന്ന് രാവിലെ ആയപ്പം അമ്പിളിയും രഘുവും കൂടെ പുതിയൊരു ജീവിതമാണ് ഇനി അവർ ജീവിക്കാൻ പോകുന്നതെന്ന് തീരുമാനിച്ചിരുന്നു കേട്ടോ. അങ്ങനെ അവർ അമ്പലത്തിൽ പോവുകയാണ്. അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ച് പ്രസാദമെല്ലാം വാങ്ങിച്ച് ചന്ദനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരസ്പരം അണിയിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി രഘുവിൻ്റെയും അമ്പിളീൻ്റെയും ജീവിതത്തിൽ പുതിയൊരു കാലഘട്ടം തന്നെയായിരിക്കും. അവരിനി ലച്ചുമോൾക്ക് വേണ്ടിയിട്ട് തങ്ങളുടെ ജീവിതത്തിൽ എന്താ പറയുക, രഘു ആണെങ്കിലും ഇനി അമ്പിളിയും മോളും മാത്രമേ ഉള്ളൂ തൻ്റെ ജീവിതത്തിൽ എന്നുള്ള രീതിക്കാണ് ജീവിക്കാൻ പോകുന്നത് കേട്ടോ. അതിൻ്റെ ഒരു തുടക്കമാണ് ഈ അമ്പലത്തിൽ പോക്കൊക്കെ. അങ്ങനെ അമ്പിളിയാണെങ്കിലും ഒരുപാട് സഹിച്ചു, രഘു ആണെങ്കിലും ഒരുപാട് സഹിച്ചു. അങ്ങനെ പിന്നീട് ആ പ്രസാദത്തിൽ നിന്ന് കുറച്ച് കുങ്കുമം കൂടി എടുത്ത് അമ്പിളിയുടെ നെറുകയിൽ തൊടുകയാണ് കേട്ടോ രഘു. അതുകൂടി ആയപ്പം അമ്പിളിക്ക് ആകെ മനസ്സ് വല്ലാണ്ട് സന്തോഷമുണ്ട്, പക്ഷേ ഒരു ആനന്ദാശ്രു പോലെ കണ്ണുനീരൊഴുകുകയാണ് കേട്ടോ. അങ്ങനെ രഘുവിൻ്റെയും അമ്പിളിയുടെയും ജീവിതം എന്തായാലും മെച്ചപ്പെടാൻ പോവുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ സുശീല ശേഖരനെ വെച്ച് ഇനി എന്തെല്ലാം കളികളാണ് കളിക്കാൻ പോകുന്നതെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ശേഖരൻ അവിടെ കഷ്ടകാലം തന്നെയാണ്. പക്ഷേ ഈ അച്ഛനെ ഇത്രയ്ക്കും കഷ്ടപ്പെടുത്തുന്നത് കാണുമ്പം മക്കൾ ഏതെങ്കിലും ഒരു അവസ്ഥയിലെങ്കിലും അച്ഛൻ്റെ ഈ ദയനീയ അവസ്ഥയും മാത്രമല്ല അമ്മയുടെ സ്വഭാവം ചെറുപ്പം തൊട്ട് കണ്ട് വളർന്ന മക്കളാണ്. അതുകൊണ്ട് അമ്മ ചില്ലറക്കാരിയല്ല എന്നുള്ള കാര്യവും അവർക്കറിയാം. അങ്ങനെ അമ്മ തന്നെയാണ് തെറ്റുകാരി എന്ന് അവർ തിരിച്ചറിയുകയും അച്ഛൻ്റെ നിസ്സഹായാവസ്ഥയും ദയനീയതയും ഒക്കെ അവർ തിരിച്ചറിയാനുള്ള സാധ്യതയുണ്ട്. അതോടുകൂടി ശേഖരന് പകരം സുശീലയായിരിക്കും ഉമ്മറത്ത് കിടക്കേണ്ടി വരിക എന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രമല്ല ഇന്ദ്രൻ്റെ യഥാർത്ഥ അമ്മയെ കണ്ടുപിടിക്കണം എന്നുള്ളൊരു ലക്ഷ്യം അനുപമയ്ക്കുണ്ട്. എങ്ങനെയും ശേഖരനെ കൂട്ടുപിടിച്ച് ഇന്ദ്രൻ്റെ യഥാർത്ഥ അമ്മയിലേക്ക് എത്തുകയും ചെയ്യും. അതോടുകൂടി സുശീലയുടെ കരവലയത്തിൽ നിന്നും ഇന്ദ്രൻ പുറത്തു കിടക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. തൻ്റെ പെറ്റമ്മയായിട്ടുള്ള ആ ഒരു അമ്മയിൽ നിന്ന് തന്നെ അകത്തി മാറ്റിയ ഒരാൾ ഒരു പക്ഷേ സുശീല ആയിരിക്കണം. അങ്ങനെ തന്നെ ആയിരിക്കും സംഭവിക്കുന്നത്. ആ ഒരു ദേഷ്യവും പകയും ആയിരിക്കും ഇനി ഇന്ദ്രന് സുശീലയോട് തോന്നാനിരിക്കുന്നത്. വീണ്ടും അടുത്ത കിടിലൻ വീഡിയോയിൽ കാണാം. എന്തായാലും സുശീലയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ തിരിച്ചടി അത് തന്നെ ആയിരിക്കും. നാളെ കാണും വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.